അതിശക്തമായ റിട്ടേൺസ് തരുന്ന IPOസിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മാത്രം 2 IPOs ഓപ്പൺ ആയിരുന്നു. രണ്ടിനെ പറ്റിയും എക്സ്റ്റെൻസീവ്ലി നമ്മളോട് ഡിസ്കസ് ചെയ്താണ്, പഠിച്ചതാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ എത്രയോ പേര് 2 IPOയിലും അപ്ലൈ ചെയ്തതാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടമാണ്, നമുക്കറിയുന്നതാണ് അപ്ലൈ ചെയ്യുന്ന IPOs ഒന്നും കിട്ടാറില്ല. എന്നാൽ നമുക്കറിയുന്ന പോലെ ഇന്നാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജി IPOന്റെ ഷെയർസ് ലിസ്റ്റ് ആയത്. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറച്ചെല്ലാം പേർക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കിട്ടിയവർക്ക് ശരിക്കും ഒരു ജാക്ക്പോട്ട് ബമ്പറാണ് അടിച്ചത്. കഴിഞ്ഞ ആഴ്ച നിയർലി 15,000 രൂപയായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്തത്. അതിന്റെ പുറത്ത് 100% പരമുള്ള റിട്ടേൺസ് ആണ് വെറും ഒരാഴ്ചക്കുള്ളിൽ കിട്ടിയത്. 15,000 രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തു. ഇന്ന് ലിസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അവർക്ക് 30,000 രൂപയിൽ പരമായി മാറി അവരുടെ ഇൻവെസ്റ്റ്മെന്റ്. 100%ലും കൂടുതലുള്ള റിട്ടേൺസ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇന്റലിജന്റ്ലി ബുദ്ധിപരമായി ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, പണം നിക്ഷേപിക്കാനായിട്ടുള്ള ഒരു വളരെ നല്ല പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിന്റെ ഭാഗം ഓൾറെഡി ആയിട്ടുണ്ടെങ്കിൽ വളരെ വലിയ കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്ക് ഓൾറെഡി ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജിയും അതുപോലെ തന്നെ റൂട്ട് മൊബൈലിന്റെ IPO അലോട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിലും വലിയ കൺഗ്രാറ്റുലേഷൻസ്. ഇനി അങ്ങനെയല്ല, നിങ്ങൾ ഇതുവരെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും കാത്തു നിൽക്കാതിരിക്കുക. നമ്മുടെ ചാനലിൽ ഇതിനെപ്പറ്റി കംപ്ലീറ്റ്ലി പഠിക്കാനായിട്ടുള്ള പ്ലേലിസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ ഈസിലി സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ്. എഗെയിൻ ഡിമാറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ₹1 പോലും ചെലവില്ലാത്ത കാര്യമാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ കഴിഞ്ഞ 2 IPOയിലും അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ വളരെ നല്ല ലാഭം ഉണ്ടാക്കണമെങ്കിൽ ഇനിയും മുന്നിലേക്ക് കുറേ IPOs ലൈൻഡ് അപ്പ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ആഴ്ച വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ നല്ലൊരു കമ്പനിയുടെ IPO വരുന്നുണ്ട്. CAMS ലിമിറ്റഡ് എന്നുള്ളതാണ് കമ്പനിയുടെ പേര്. ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഫുൾ നെയിം കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ് ലിമിറ്റഡ് എന്നുള്ളതാണ്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നീഷ് മേഖലയിൽ ബിസിനസ് റൺ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ കമ്പനിയുടെ ബിസിനസ് എന്താണ്, മുന്നിലേക്കുള്ള പൊട്ടൻഷ്യൽ എന്താണ്, അതിന്റെ ടീം എന്താണ്, അങ്ങനെ ഈ ഒരു CAMS ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കംപ്ലീറ്റ് ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതിലൂടെ അടുത്ത ആഴ്ച IPO ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു കമ്പനിയുടെ IPOയിലേക്ക് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ഇൻഫോംഡ് ഡിസിഷനിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് തന്നെ കാണുക. CAMS ലിമിറ്റഡ് എന്ന ഈ കമ്പനിയെ പറ്റി കംപ്ലീറ്റ്ലി മനസ്സിലാക്കാനും ഇതിൽ ഈ ഒരു IPOയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എടുക്കാനുമായിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ ഏറ്റവും അവസാന ഭാഗത്ത് ഞാൻ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ളത് കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും തന്നെ കാണുക. ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു ഫൺഫോളിയോ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ഡിസ്ക്ലെയിമർ തന്നെയാണ്. അതായത് നമ്മളിവിടെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇത് നമ്മൾ പഠിക്കാനായിട്ട് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ അത് മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ എപ്പോഴും IPOന്റെ വീഡിയോസിൽ ചെയ്യുന്ന പോലെ ഏറ്റവും ആദ്യം ഈ ഒരു IPOന്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ CAMS ലിമിറ്റഡ് എന്നുള്ളതാണ് കമ്പനിയുടെ പേര്. കമ്പനിയുടെ ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. IPOന്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു IPO ഓപ്പൺ ആകുന്നത് 21 സെപ്റ്റംബർ മുതൽ 23 സെപ്റ്റംബർ വരെയാണ്. അതായത് അടുത്ത ആഴ്ച മൺഡേ മുതൽ വെനസ്ഡേ വരെയാണ് ഈ IPO ഉള്ളത്. അലോട്ട്മെന്റ് ഡേറ്റ് 28 സെപ്റ്റംബർ. അന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റോക്ക്, ആ ഒരു IPO വഴി സ്റ്റോക്സ് നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് 28 സെപ്റ്റംബർ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനുശേഷം 1 ഒക്ടോബർ ആണ് ഇതിന്റെ ലിസ്റ്റിംഗ് ഡേറ്റ്. ഇന്ന് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജി ഇന്ന് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റായി കണ്ടു. അതുപോലെ ഈ ഒരു കമ്പനി ലിസ്റ്റ് ആകുന്നത് 1 ഒക്ടോബറിലായിരിക്കും. IPOന്റെ സൈസിലേക്ക് നോക്കുകയാണെങ്കിൽ അത് 2244 കോടി രൂപയാണ്. അതായത് ഈ ഒരു IPO നടത്തുന്നതിലൂടെ CAMS ലിമിറ്റഡ് എന്ന കമ്പനി 2244 കോടി രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു കമ്പനിയുടെ പ്രൈസ് ബാൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോക്കിന് നിശ്ചയിച്ചിരിക്കുന്ന വില 1229 തൊട്ട് 1230 വരെയാണ്. അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഒരു IPOന്റെ കേസിൽ നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് ബാൻഡിലെ ഏറ്റവും കൂടിയ വില തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ല കാര്യം. ലോട്ട് സൈസിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലോട്ടിൽ 12 ഷെയർ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ലോട്ടിന്റെ വില വരുന്നത് 14,760 രൂപയാണ്. എഗെയിൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയുമെന്നും വിശ്വസിക്കുന്നു. ഒരു IPO ഒക്കെ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷെയർസ്, നമ്പർ ഓഫ് ഷെയർസ് വാങ്ങാൻ പറ്റില്ല. ഒരു ഷെയർന്നോ 10 ഷെയർന്നോ 20 ഷെയർന്നോ വാങ്ങാൻ പറ്റില്ല. എപ്പോഴും ആ ഒരു IPO വരുമ്പോൾ അവർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു ലോട്ട് ഉണ്ടാകും. അങ്ങനെ ഒരു മിനിമം ലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടിയിരിക്കും. അതായത് ഈ ഒരു CAMS ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPOയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ
14,760 രൂപ പേ ചെയ്തുകൊണ്ട് മിനിമം ഒരു ലോട്ടെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട്. ഇനി മാക്സിമം ലോട്ട്സിലേക്ക് നോക്കുകയാണെങ്കിൽ 13 ലോട്ട്സ് ആണ് ഒരാൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുക. അതിനായിട്ട് വേണ്ടത് 1,92,000 രൂപയാണ്. എന്നാൽ നമുക്കറിയുന്ന കാര്യമാണ്, ഇന്ന് ഇന്ത്യയിലെ IPO സീൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളുടെ IPOയും ഓവർ സബ്സ്ക്രൈബ് ആകാറുണ്ട്. അങ്ങനെ ഓവർ സബ്സ്ക്രൈബ് ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ എത്ര നമ്പർ ഓഫ് ലോട്ട്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു നറുക്കെടുത്തതിന് ശേഷം നമുക്ക് ആകെ കിട്ടുക ഒരു ലോട്ട് മാത്രമായിരിക്കും. അപ്പോൾ ലോജിക്കലി ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ് ഒരു ലോട്ടിനേക്കാളും കൂടുതൽ അപ്ലൈ ചെയ്യുന്നതിന്. അപ്പോൾ ബുദ്ധിപരമായിട്ട് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് ഈ കമ്പനിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ ആകെ ഒരു ഒറ്റ ലോട്ടിന് മാത്രം അപ്ലൈ ചെയ്യുക. അത് കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള റിട്ടേൺസ് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് അറ്റ്ലീസ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് IPOന്റെ ഈ കേട്ട കുറെ ടേംസ് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്താണ് IPO എന്നും എങ്ങനെ IPOയിലേക്ക് അപ്ലൈ ചെയ്യാമെന്നും അങ്ങനെ IPOന്റെ ബേസിക് ടേംസ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കാണുക, നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും മാറാൻ പറ്റുന്നതാണ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴും ചെയ്യുന്ന പോലെ IPO നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. എന്നാൽ ഈ കമ്പനി എന്തിനാണ് IPO ചെയ്യുന്നത്? ഇവർ റേസ് ചെയ്യുന്ന 2,244 കോടി രൂപ എന്തിനാണ്, എങ്ങനെയാണ് ഇവർ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ IPO. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ കമ്പനിയിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് എപ്പോഴും ഒരു IPO നടക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട്, ആ പൈസ റേസ് ചെയ്യുന്നതിന്റെ 1% ഓഫർ ഫോർ സെയിൽ ആയിരിക്കും. അതായത് ആ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഷെയർ വിറ്റുകൊണ്ട് ആ ഷെയർ ഹോൾഡേഴ്സിന്റെ പോക്കറ്റിലേക്കായിരിക്കും പൈസ പോകുന്നത്. എന്നാൽ ചെറിയൊരു ശതമാനം അത് കമ്പനിയിലേക്കും പോകും പൈസ. ആ പൈസ കമ്പനി ഉപയോഗിച്ച് കമ്പനിയുടെ ഡെവലപ്മെന്റിലേക്ക്, മുന്നിലേക്കുള്ള വളർച്ചയ്ക്ക് വേണ്ടി കമ്പനി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ക്യാംസ് ലിമിറ്റഡിന്റെ IPO നടക്കുമ്പോൾ ഈ പറഞ്ഞ 2,244 കോടി രൂപ ഇത് കംപ്ലീറ്റ്ലി ഓഫർ ഫോർ സെയിൽ ആണ്. അതായത് ഇതിലൊരു ഷെയർ ഹോൾഡർ അവരുടെ ഷെയർ വിറ്റിട്ട് ആ ഷെയർ ഹോൾഡറിലേക്ക് മാത്രമാണ് ഈ 2,244 കോടി രൂപയും പോകുന്നത്. കമ്പനിയിലേക്ക് 1 രൂപ പോലും പോകുന്നില്ല. അപ്പൊ ഈ ഒരു IPOനെ സ്പെഷ്യൽ ആക്കുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. അതായത് ഒരു കംപ്ലീറ്റ്ലി ഓഫർ ഫോർ സെയിൽ നടക്കുന്ന IPO ആണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ ഒരു ക്യാംസ് ലിമിറ്റഡിന്റെ കംപ്ലീറ്റ് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ 37% ഇപ്പോൾ ഓൺ ചെയ്യുന്നത് NSE ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ് ആണ്. ആരാണ് NSE ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ്? നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ NSEയുടെ ഒരു സബ്സിഡറിയാണ് NSE ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ്. അപ്പൊ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഈ ഒരു കമ്പനിയിൽ 37% ഷെയർ ഹോൾഡിംഗ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് സെബി അതിനിടയിലൊന്ന് ഇടപെട്ടുകൊണ്ട് ഒരു റൂളിംഗ്, ഒരു റെഗുലേഷൻ കൊണ്ടുവരികയായിരുന്നു. സെബി എല്ലായിടത്തും ഇടപെടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സെബി ഇവിടെയും ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, NSEക്ക് ഈ ഒരു കമ്പനിയിൽ 37% ഷെയർ ഹോൾഡിംഗ് ഉള്ളത് സെബി അപ്രൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ NSE എത്രയും പെട്ടെന്ന് അവരുടെ ഷെയർസ് ഇതിൽ വിൽക്കേണ്ടതുണ്ട്. അങ്ങനെ NSEക്ക് ഇങ്ങനെ ഒരു കമ്പനിയിൽ ഷെയർ ഹോൾഡിംഗ് പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു റൂള്, ഇങ്ങനെ ഒരു റെഗുലേഷൻ സെബി മുന്നിലേക്ക് വെച്ചു എന്നുള്ളത് കൊണ്ടാണ് ക്യാംസ് ലിമിറ്റഡിന് NSEയുടെ കംപ്ലീറ്റ് ഷെയർസിനെ വിൽക്കണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഡിസൈഡ് ചെയ്തു ഒരു IPO നടത്താം. IPO നടത്തുന്നതിലൂടെ ഈ NSEയുടെ 37% വിറ്റുകൊണ്ട് NSEനെ കംപ്ലീറ്റ്ലി കമ്പനിയുടെ പുറത്തേക്ക് കൊണ്ടുവരാം. അങ്ങനെ IPO നടക്കുന്നതിലൂടെ ഇതൊരു പബ്ലിക്ലി ലിസ്റ്റഡ് കമ്പനിയാണ്. അങ്ങനെ ഒരു പബ്ലിക്ലി ലിസ്റ്റഡ് കമ്പനിക്ക് പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് കിട്ടാറുണ്ട്. ആ ബെനിഫിറ്റ്സ് കൂടി എൻജോയ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി ഒരു IPO നടക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ഇവിടെ 2,240 ക്രോസ് റേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ മുഴുവൻ പൈസയും പോകുന്നത് NSEയിലേക്കാണ്. NSEക്ക് എക്സിറ്റ് കിട്ടാനായിട്ടാണ് ഈ ഒരു IPO ബേസിക്കലി ചെയ്യുന്നത്. എഗെയിൻ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, NSEക്ക് ഈ ഒരു കമ്പനിയിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു IPO നടക്കുന്നത് BSEയിൽ മാത്രമാണ്. അതായത് ഒരു കമ്പനി IPO നടന്നതിന് ശേഷം വരികയാണെങ്കിൽ ഇത് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രമായിരിക്കും. NSEയിൽ ഇതിന്റെ ലിസ്റ്റിംഗ് തൽക്കാലം ഉണ്ടാകില്ല. മുന്നിലേക്ക് പോയിട്ട് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യേണ്ടി വരും. ഇതും എഗെയിൻ വളരെ വ്യത്യസ്തമായ കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ ഓൾമോസ്റ്റ് ട്രേഡ് ചെയ്യുന്ന എല്ലാ കമ്പനികളും NSEയിലും BSEയിലും ലിസ്റ്റഡ് ആയിരിക്കും. എന്നാൽ നമ്മുടെ ട്രേഡ്സ് കൂടുതലും നമ്മൾ ചെയ്യാറുള്ളത് NSEയിലായിരിക്കും. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഇൻട്രസ്റ്റിംഗ്ലി ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് BSEയിലും മാത്രമായിരിക്കും. IPOന്റെ ഡീറ്റെയിൽസ് മനസ്സിലായി ശരിക്കും നമുക്ക് വളരെയധികം വിശദമായിട്ട് ക്യാംസ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി എന്താണ്, ഈ കമ്പനി എന്നും അതിന്റെ ബിസിനസ്സുകൾ എന്താണെന്ന് മനസ്സിലാക്കാം. പേര് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ്. അപ്പോൾ എന്തായാലും അതിന്റെ കീഴിലുള്ള ഡിഫറെന്റ് ബിസിനസ് ആക്ടിവിറ്റീസ് വിശദമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഈ കമ്പനിയെ പറ്റി അറിയേണ്ടത്, ഇത് ഇന്ത്യസ് ലാർജസ്റ്റ് സെബി രജിസ്റ്റേർഡ് RTA ആണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് RTA? രജിസ്ട്രാർ ആൻഡ് ഷെയർ ട്രാൻസ്ഫർ ഏജന്റ്. അപ്പോൾ അതെന്താണ് എന്നുള്ളതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അതിനേക്കാൾ മുൻപ് വളരെയധികം ഈസിലി കമ്പനിയെ പറ്റി മനസ്സിലാക്കുകയാണെങ്കിൽ ഇതൊരു ഫിൻടെക് കമ്പനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം.
അതായത് ഫിനാൻഷ്യൽ മേഖലയിലെ ടെക്നോളജി പ്രൊഡക്ട്സും സർവീസസും ബിൽഡ് ചെയ്യുന്ന കമ്പനി. കുറച്ചുകൂടി ഈസിലി മനസ്സിലാക്കണമെങ്കിൽ ഇതൊരു ടെക്നോളജി കമ്പനി തന്നെയാണ്, ഒരു IT കമ്പനി തന്നെയാണ്. എന്നാൽ ഇവർ ബിൽഡ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മേഖലയ്ക്ക് ഉപയോഗമുള്ള പ്രൊഡക്ട്സും സർവീസസുമാണ്. ഇവരുടെ കസ്റ്റമേഴ്സ് എഗെയിൻ ഫിനാൻഷ്യൽ ഡൊമൈനിലുള്ള ആൾക്കാർ തന്നെയാണ്. ഇതൊരു B2B മേഖലയിലെ കമ്പനിയാണ്. ഇവരുടെ കസ്റ്റമേഴ്സ് അത് ബിസിനസ്സസ് തന്നെയാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് വിശദമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇവർ കേറ്റർ ചെയ്യുന്ന ഡിഫറെന്റ് സെഗ്മെന്റ്സിലേക്ക് നോക്കിയാൽ മതി. അതായത് ഇവരുടെ കസ്റ്റമേഴ്സ് മേജർലി വരുന്നത് മ്യൂച്വൽ ഫണ്ട് ഹൗസസ് ആണ്, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് ആണ്, അതുപോലെ തന്നെ പ്രൈവറ്റ് ഇക്വിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫേംസും ഇവരുടെ കസ്റ്റമേഴ്സ് ആണ്. അതുപോലെ തന്നെ ബാങ്ക്സും NBFCസും ഇവരുടെ കസ്റ്റമേഴ്സ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ പല മേഖലയിലുള്ള കസ്റ്റമേഴ്സിന് ഇവർ കൊടുക്കുന്ന സർവീസസും പ്രൊഡക്ട്സും മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ആദ്യം പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, സെബി രജിസ്റ്റേർഡ് RTA, അതായത് രജിസ്ട്രാർ ആൻഡ് ഷെയർ ട്രാൻസ്ഫർ ഏജന്റ്, അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഇവരുടെ ഏറ്റവും ആദ്യത്തെ കസ്റ്റമർ സെഗ്മെന്റ് മ്യൂച്വൽ ഫണ്ട് ഹൗസസിന് ഇവർ എന്ത് സർവീസസ് കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഹൗസസിന്റെ ബിസിനസ് എന്താണ്? വിശദമായി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അവരുടെ പണി എന്ന് പറയുന്നത് ആൾക്കാരുടെ കയ്യിൽ നിന്നെല്ലാം പൈസ കളക്ട് ചെയ്യുക, ആ പൈസയെ ബുദ്ധിപരമായി നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയിട്ട് ആ ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ബേസിക്കലി മ്യൂച്വൽ ഫണ്ട് ഹൗസിന്റെ വർക്ക് എന്താണ്? അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിന്റെ വർക്ക് എന്താണ്? നല്ല രീതിയിൽ ഫണ്ട് മാനേജ് ചെയ്യുക എന്നുള്ളതല്ലേ. എന്നാൽ ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നതിന്റെ പിന്നിൽ എത്രയോ കാര്യങ്ങളുണ്ട്. അതായത് ഈ പൈസ മുഴുവൻ കളക്ട് ചെയ്യേണ്ടതുണ്ട്, അതിനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് നല്ല രീതിയിൽ പൈസ പോകേണ്ടതുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്ത യൂണിറ്റ്സ് വരും, ആ യൂണിറ്റ്സിനെ നല്ല രീതിയിൽ ഡിജിറ്റലി സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്, ഡിജിറ്റലി മാനേജ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കുറെ ബാക്ക് എൻഡ് വർക്കുകളില്ലേ. ഈ ബാക്ക് എൻഡ് വർക്കുകളെല്ലാം ടെക്നോളജി ഉപയോഗിച്ചായിരിക്കില്ലേ ചെയ്യാറ്. അപ്പോൾ ഈ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഈ ബാക്ക് എൻഡ് വർക്ക്സ് ആരായിരിക്കും ചെയ്യുക? ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് നേരിട്ട് ചെയ്യുമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എന്നാൽ അവിടെ നിങ്ങൾക്ക് തെറ്റി. ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഫണ്ട് മാനേജ്മെന്റിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഈ ബാക്ക് എൻഡിലുള്ള കുറേ വർക്കുകളും ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള വർക്കുകൾ ഇവർ ഔട്ട്സോഴ്സ് ആണ് ചെയ്യാറുള്ളത്. ആർക്കാണ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്? ക്യാംസ് എന്ന കമ്പനിക്കാണ് ഇന്ന് ഇന്ത്യയിൽ കൂടുതലുമുള്ള എല്ലാ വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസും ഔട്ട്സോഴ്സ് ചെയ്യാറുള്ളത്. അപ്പോൾ സംഭവം മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കുറേയധികം ഫണ്ട് മാനേജ് ചെയ്യുന്ന ഷെയർസ് വാങ്ങുന്ന വിൽക്കുന്ന പരിപാടി ആയതുകൊണ്ട് ഇവർക്ക് സെബി രജിസ്ട്രേഷന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ക്യാംസ് ഒരു സെബി രജിസ്റ്റേർഡ് RTA ആയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവരുടെ തന്നെ അടുത്ത കസ്റ്റമർ സെഗ്മെന്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനീസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസിന്റെ കേസിലും അവർ ഇൻഷുറൻസ് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഷുറൻസ് വിൽക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്, അതിന്റെ റിപ്പോസിറ്ററി ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ഇവരുടെ ബാക്ക് എൻഡിലുള്ള ഡിജിറ്റൽ ടെക്നോളജി ഡ്രിവൺ സർവീസസിനും ഇവർ ഉപയോഗിക്കുന്നത് ക്യാംസ് പോലെയുള്ള കമ്പനികളുടെ സർവീസസ് ആണ്. അതുപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസിനും കുറേ അധികം കാര്യങ്ങൾ പിന്നെ റൺ ചെയ്യേണ്ടതുണ്ടാകും. അതിനും ക്യാംസ് കുറേ അധികം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ്ലി ബാങ്കുകളിലേക്കും NBFCസിലേക്കും നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്കറിയാം ഡിജിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് പലരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റലി KYCയും ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പല സർവീസസും ഇന്ന് പല ബാങ്ക്സിനും NBFCസിനും ചെയ്യാൻ പറ്റുന്നത് ക്യാംസിന്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ക്യാംസ് ചെയ്യുന്ന ബേസിക്കലി ടെക്നോളജി പ്രൊഡക്ട്സും ടെക്നോളജി സർവീസസും ബിൽഡ് ചെയ്യലാണ്. ഇവർ ബിൽഡ് ചെയ്യുന്ന ഈ ടെക്നോളജി പ്രൊഡക്ട്സും സർവീസസും മൾട്ടിപ്പിൾ ആയിട്ടുള്ള, അത് മ്യൂച്വൽ ഫണ്ട്സ് ഹൗസസ് ആകാം, ബാങ്ക്സ് ആകാം, NBFCs ആകാം, അവരെല്ലാവരും അവരുടെ പ്രോസസ്സസ് ഈസി ആക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈസിലി ഇവരുടെ ബിസിനസ് മനസ്സിലായി തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവരൊരു ടെക്നോളജി കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവർ വളരെ അസറ്റ് ലൈറ്റ് കമ്പനിയാണ്. വലിയ അസറ്റ്സ് ഒന്നും ഇവരുടെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് കാണാൻ പറ്റില്ല. എന്നാൽ ഡെറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലോ നെഗ്ലിജിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിയർലി സീറോ ആയിട്ടുള്ള കടമുള്ള കമ്പനിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഇവരുടെ പ്രോഫിറ്റ് മാർജിനിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള നിയർലി 24% പ്രോഫിറ്റ് മാർജിനാണ് ഈ കമ്പനിക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നുകൂടി വാട്ട് ഈസ് ദെയർ ബിസിനസ് എന്നുള്ളതിനെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ ഇവരൊരു ടെക്നോളജി കമ്പനിയാണ്. ഇവർ ബിൽഡ് ചെയ്യുന്ന ടെക്നോളജി ബാങ്കിങ് മേഖലയിലുള്ള മ്യൂച്വൽ ഫണ്ട് മേഖലയിലുള്ള കമ്പനീസിന് യൂസ് ചെയ്യാനുള്ള ടെക്നോളജി ബിൽഡ് ചെയ്യുന്ന കമ്പനിയായിട്ട് വളരെ ഈസിലി നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇവരുടെ ബിസിനസിനെ പറ്റി കുറെ കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ, അതിന് വാലിഡേഷൻ കൊടുക്കാനായിട്ടുള്ള കുറച്ച് നമ്പേഴ്സിലേക്ക് നമുക്ക് പോകാം. ആ നമ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഈ കമ്പനിയുടെ ഹിസ്റ്ററി പെട്ടെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 1988 ചെന്നൈയിലാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 2000 വരെ മൾട്ടിപ്പിൾ ടെക്നോളജി പ്രൊഡക്ട്സും സർവീസും ബിൽഡ് ചെയ്യുന്നതിലായിരുന്നു ഇവർ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ 2000 ആയപ്പോൾ
HDFC, നമ്മുടെ സാക്ഷാൽ HDFC ഇവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ മുതൽ 2000 മുതലാണ് ഇവരുടെ പ്ലാൻസ് ഒന്ന് റീസ്ട്രക്ചർ ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ മേഖലയിലേക്ക് വേണ്ട പ്രൊഡക്ട്സും സർവീസും ബിൽഡ് ചെയ്യാമെന്ന് ഇന്ന് ഇവർ ഡിസൈഡ് ചെയ്യുന്നത്. കാരണം കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ 2000 മുതൽ 2010 വരെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ബാങ്കിങ് ലാൻഡ്സ്കേപ്പ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആയ ഒരു കാലഘട്ടമായിരുന്നു. അന്നാണ് ശരിക്കും ഈ ഡിജിറ്റൽ സർവീസസും ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള പ്രൊഡക്ട്സും സർവീസും എല്ലാം നമ്മുടെ ഇന്ത്യയിലുള്ള ബാങ്കിങ് സെക്ടറിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് മുതലേ ഈ മേഖലയിൽ ഫോക്കസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു ഏർലി മൂവർ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഈ കമ്പനി കിട്ടിയതാണ്. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ HDFC ഇവരെ ബാക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ HDFCക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഇവർക്ക് പറ്റി. അങ്ങനെ നല്ലൊരു ബാക്കർ അന്ന് മുതലേ വന്നതുകൊണ്ട് മറ്റ് മേജർ ബാങ്ക്സിലേക്കും അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിലേക്കും ഇവർക്കൊരു എൻട്രി കിട്ടി. പിന്നീട് 2007 വളരെയധികം ഇൻട്രസ്റ്റിംഗ്ലി വാർബർഗ് പിൻസസ് എന്നുള്ള പ്രൈവറ്റ് ഇക്വിറ്റി ഫേം ഒരു വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിലേക്ക് നടത്തുകയായിരുന്നു. അപ്പോൾ വാർബർഗ് പിൻസസിന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെയധികം സ്ട്രോങ്ലി പ്രൈവറ്റ് ഇക്വിറ്റി വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു US PE ഫേമാണ് വാർബർഗ് പിൻസസ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സിൽ പോലും VC ഫണ്ടിങ് നടത്തിയിരിക്കുന്നത് വാർബർഗ് പിൻസസ് ആണ്. അപ്പോൾ ഇവർ 2007 വന്നിട്ട് ഈ ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിയർലി 45% ഈ കമ്പനിയുടെ അക്വയർ ചെയ്ത്. അത് മുന്നിലേക്ക് പോകുമ്പോൾ ഷെയർ ഹോൾഡിംഗിന്റെ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നീട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഈ കമ്പനിയിൽ നടന്നത് 2014 NSE നിയർലി 37% ഈ കമ്പനിയുടെ അക്വയർ ചെയ്തപ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കമ്പനിയുടെ ജേർണി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കമ്പനിയുടെ ബിസിനസിന്റെ സ്ട്രെങ്ത് വാലിഡേറ്റ് ചെയ്യുന്ന കുറച്ച് നമ്പേഴ്സിലേക്ക് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു മ്യൂച്വൽ ഫണ്ട് ഹൗസസിന്, അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിന് ഇവരുടെ പ്രൊഡക്ട്സും ടെക്നോളജി സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ അവിടെ ഇവരുടെ ആധിപത്യം കാണിക്കുന്ന ഈ ഒരു നമ്പറിലേക്ക് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് ഇന്ന് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഹൗസസിൽ നിയർലി 70% ബിസിനസ്സും ഡ്രൈവ് ചെയ്യുന്നത് അത് ക്യാംസ് ലിമിറ്റഡിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഡസ്ട്രി ലീഡറാണ്, മാർക്കറ്റ് ഷെയറിൽ ഒരു ലീഡർ തന്നെയാണ് ക്യാംസ് ലിമിറ്റഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ ലാർജസ്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഹൗസസുമായിട്ടും ക്യാംസ് ലിമിറ്റഡ് ഇന്റഗ്രേറ്റഡ് ആണ്, അവരുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇവരുടെ തന്നെ മറ്റൊരു മേഖലയായിട്ടുള്ള ഇൻഷുറൻസ് ബിസിനസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ 39% ഇൻഷുറൻസ് റിപ്പോസിറ്ററി ബിസിനസ്സും റൺ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് അത് ക്യാംസ് ലിമിറ്റഡ് ആണ്. എഗെയിൻ മോശമല്ലാത്ത രീതിയിലുള്ള ഒരു മാർക്കറ്റ് ഷെയർ ക്യാംസ് ലിമിറ്റഡിന് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് 7000-ൽ പരം എംപ്ലോയീസ് ആണ് ഈ കമ്പനിക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ചെയ്യുന്ന ബിസിനസ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ബിസിനസ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അത് ചെയ്യുന്നതിൽ തന്നെ ഒരു ഇൻഡസ്ട്രി ലീഡർ ആണ് ഈ കമ്പനി എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് നമുക്ക് ടീമിലേക്കും ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്കും നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. നമ്മൾ സാധാരണ പല കമ്പനികളും ഡിസ്കസ് ചെയ്യുമ്പോൾ കാണുന്ന പോലെ ഒരു പ്രൊമോട്ടർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഫാമിലി റൺ കമ്പനി അല്ല ഇത്. ഇതൊരു പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനിയാണ്. അത് ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ ഇവിടെ നിങ്ങൾക്ക് ഗ്രേറ്റ് ടെറൈൻ എന്ന് കാണാൻ പറ്റും. ഈ ഗ്രേറ്റ് ടെറൈൻ എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നത് വാർബർഗ് പിൻസസ് എന്നുള്ള ആ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേമിനെയാണ്. അപ്പോൾ ഗ്രേറ്റ് ടെറൈനാണ് ഈ കമ്പനിയിൽ ഓൾറെഡി 43.5% ഷെയർ ഹോൾഡിംഗ് ഉള്ളത്. സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് NSE ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അവർക്കാണ് 37.48% കമ്പനിയിൽ ഷെയർ ഹോൾഡിംഗ് ഉള്ളത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ ഈ ഒരു IPO നടക്കുമ്പോൾ ഓഫർ ഫോർ സെയിലൂടെ NSE ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കംപ്ലീറ്റ് ഷെയറും പബ്ലിക്കിലേക്ക് പോവുകയാണ്. NSE ഇൻവെസ്റ്റ്മെന്റ്സ് കമ്പനിയുടെ പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് നമ്മൾ ഷെയർ ഹോൾഡിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ HDFCക്കും HDFC ബാങ്കിനും SDB ട്രസ്റ്റിനും ഒക്കെ മോശമല്ലാത്ത നല്ല രീതിയിലുള്ള ഷെയർ ഹോൾഡിംഗ് ഈ കമ്പനിയിലുണ്ട്. അതിനുശേഷം താഴേക്ക് നോക്കുകയാണെങ്കിലും ടോട്ടൽ 99.42% ഷെയർ ഹോൾഡിംഗ് ഉള്ളത് ഇതുപോലെയുള്ള വെൽ മാനേജ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കമ്പനീസിനാണ്, അല്ലാതെ ഒരു ഫാമിലിക്കോ അല്ലെങ്കിൽ ഒരു സെലക്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്കോ അല്ല. ബാക്കി 0.29% ഷെയർ ഹോൾഡിംഗ് ഉള്ളത് അത് ഈ കമ്പനി നടത്തുന്ന മാനേജ്മെന്റ് പേഴ്സണൽസിനാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഇപ്പോൾ ഉള്ള പ്രസിഡന്റിനെ പറ്റിയും സിഇഒനെ പറ്റിയും സംസാരിക്കാം. മിസ്റ്റർ അനൂജ് കുമാർ, അദ്ദേഹത്തിന്റെ കയ്യിൽ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് ഉള്ളത് 0.12% ആണ്. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആണ്, വളരെയധികം നല്ലതാണ്. IIM കാൽക്കട്ടയിൽ നിന്ന് MBA കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു മേഖലയിലുള്ള മൾട്ടിപ്പിൾ കമ്പനീസിലെ വളരെയധികം വലിയ നല്ല ലീഡർഷിപ്പ് പൊസിഷനിൽ ഇരുന്നിട്ടുള്ള ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനിയാണ്. അടുത്തത് നമുക്ക് മാർക്കറ്റ് സൈസിനെ പറ്റിയും ഈ ഒരു ഇൻഡസ്ട്രിയുടെ അനാലിസിസും മുന്നിലേക്ക് പോകുമ്പോൾ ഇവരുടെ ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യലിനെ പറ്റിയും സംസാരിക്കാം. അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ആദ്യം പറയാനുള്ളത്, ഇവരുടെ ബിസിനസ്സും ഇവരുടെ റവന്യൂവും ഇപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത് മ്യൂച്വൽ ഫണ്ട് ഹൗസിന്റെ ബിസിനസ്സുമായിട്ടാണ്. അത് തീർച്ചയായിട്ടും ലോജിക്കൽ ആയിട്ടുള്ള കാര്യമാണല്ലോ. നമ്മൾ ഇവരുടെ മൾട്ടിപ്പിൾ ബിസിനസ്സസ് പറഞ്ഞതിൽ ഇവരുടെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ബിസിനസ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മ്യൂച്വൽ ഫണ്ട് ഹൗസസിന് സർവീസസും പ്രൊഡക്ട്സും കൊടുക്കുക
കൊടുക്കലാണ്. അപ്പൊ മ്യൂച്വൽ ഫണ്ട് ഹൗസസിന് ബിസിനസ് കൂടിയാൽ മാത്രമാണല്ലോ ഇവർക്കും റവന്യൂ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ ബിസിനസ്സും ഇവരുടെ റവന്യൂവും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്ത്യയിലുള്ള മ്യൂച്വൽ ഫണ്ട് ഹൗസസ് എത്ര ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള മ്യൂച്വൽ ഫണ്ട് ഹൗസസ് എത്ര ബിസിനസ് ചെയ്യുന്നു എന്നുള്ളത് ആരിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? നമ്മളിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഞാനും നിങ്ങളും അടക്കമുള്ള പബ്ലിക് ഡിസൈഡ് ചെയ്യുകയാണ് നമ്മുടെ പൈസ സ്റ്റോക്ക് മാർക്കറ്റ്, അതായത് മ്യൂച്വൽ ഫണ്ട് ഹൗസസിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്ത് മ്യൂച്വൽ ഫണ്ട് ഹൗസസിന് പൈസ കൊടുക്കുമ്പോഴാണ് മ്യൂച്വൽ ഫണ്ട് ഹൗസസിന് പൈസ കിട്ടുന്നുള്ളൂ. അവർക്ക് പൈസ കിട്ടുമ്പോൾ മാത്രമാണ് ക്യാംസ് ലിമിറ്റഡിന് പൈസ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരുടെ ഒരു പെർഫോമൻസിനെ അളക്കണമെങ്കിൽ ഇവർ ഇത്ര നാൾ എങ്ങനെ പെർഫോം ചെയ്തിരുന്നു, മുന്നിലേക്ക് എങ്ങനെ പെർഫോം ചെയ്യും, ഇവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ബേസിക്കലി ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇന്ത്യയിലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് സാധാരണക്കാര് മ്യൂച്വൽ ഫണ്ടിലേക്ക് എത്ര നിക്ഷേപിച്ചിട്ടുണ്ട്, എത്ര നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പഠനം നടത്തുകയാണെങ്കിൽ ക്യാംസ് ലിമിറ്റഡ് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് മനസ്സിലാക്കാം. വളരെ നല്ലൊരു മൂവ് അല്ലേ? അപ്പൊ അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 2010 മുതൽ 2020 വരെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഹൗസസിന്റെ ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്, ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസിന്റെ ടോട്ടൽ അവർ മാനേജ് ചെയ്യുന്ന ഫണ്ടിനെയാണ് AUM അല്ലെങ്കിൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് 2010 മുതൽ 2020 വരെ എങ്ങനെ ഗ്രോ ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടിന്റെ അക്സെപ്റ്റൻസ് എത്ര കൂടുന്നുണ്ട്, ആൾക്കാർ എത്ര ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകില്ലേ? അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. 2010 മുതൽ 2020 വരെ 13.4% CAGR ഇത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ഇത്രയും വർഷം കൊണ്ട് മ്യൂച്വൽ ഫണ്ട് ഹൗസസിന്റെ AUM ഗ്രോ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ കമ്പനിയുടെ റവന്യൂം ഗ്രോ ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ഈ ഒരു ഗ്രാഫിൽ തന്നെ കഴിഞ്ഞ 5 വർഷത്തിന് മാത്രം നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസസിന്റെ AUM ഗ്രോ ചെയ്തിരിക്കുന്നത് 18% CAGR. എഗെയിൻ നമ്പേഴ്സ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വരുന്ന ഒരു 5 വർഷത്തിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസസിന്റെ AUM 18% മിനിമം ഗ്രോത്ത് ഉണ്ടാകുമെന്ന്. 18% മിനിമം ഗ്രോത്തും ഒരു 25% വരെയുള്ള മാക്സിമം ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് മറ്റ് ബിസിനസ്സിനെ മാറ്റി നിർത്തിയാൽ പോലും ഈ മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സിൽ നിന്ന് മാത്രം നിയർലി 20% അല്ലെങ്കിൽ ഒരു 18 to 20% ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എഗെയിൻ നമുക്ക് അറിയുന്ന കാര്യമാണ്, ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് വിത്ത് ഡേ പോപ്പുലറൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനങ്ങൾ അതിന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് കൂടുതൽ പോപ്പുലറൈസ് ആകുമ്പോൾ സ്വന്തമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവില്ലാത്തവർ അല്ലെങ്കിൽ ടൈം ഇല്ലാത്തവർ എന്തായാലും മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും ഒപ്റ്റ് ചെയ്യുക. അങ്ങനെ മ്യൂച്വൽ ഫണ്ടിന്റെ പോപ്പുലാരിറ്റി തീർച്ചയായിട്ടും എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള രീതിയിലാണ് ഇന്ത്യയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗ്രോ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ട് ഹൗസസും നന്നാകും. അപ്പോൾ അവർ ഗ്രോ ചെയ്യുന്നതിലൂടെ ക്യാംസ് ലിമിറ്റഡും എന്തായാലും ഗ്രോ ചെയ്യുന്നത് തന്നെയായിരിക്കും. ഇനി ഇൻഡസ്ട്രി അനാലിസിസ് നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡേറ്റ അവിടെയും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഇൻഡസ്ട്രി തന്നെ റൂൾ ചെയ്യുന്നത് ക്യാംസ് ലിമിറ്റഡ് ആണെന്ന് പറയാൻ പറ്റും. കോമ്പറ്റീറ്റേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ, പിയേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ 4 കമ്പനീസ് മാത്രമേ കാര്യമായിട്ട് ഇത് ഇന്ത്യയിൽ ചെയ്യുന്നുള്ളൂ. 1 ക്യാംസ് ആണ്, 2 കാർവി ആണ്, 3 സുന്ദരമാണ്, 4 ഫ്രാങ്ക്ലിൻ ആണ്. ഈ 4 കമ്പനീസേ ചെയ്യുന്നുള്ളൂ. എന്നാലും ഇവിടെ മാർക്കറ്റ് ഷെയറിലേക്ക് നോക്കുകയാണെങ്കിൽ അതിശക്തമായിട്ട് ക്യാംസിന് 70% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അതും നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ക്യാംസിന്റെ മാർക്കറ്റ് ഷെയർ കൂടി വരികയാണ്. കാർവിയുടെ കേസിൽ പല മോശം കാര്യങ്ങൾ സംഭവിച്ചത് നമുക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ കാർവിയുടെ മാർക്കറ്റ് ഷെയർ 4 വർഷങ്ങൾക്ക് മുമ്പ് 31% അത് കുറഞ്ഞു ഇപ്പോൾ 27% വന്നിട്ടുണ്ട്. സുന്ദരത്തിന്റെയും ഫ്രാങ്ക്ലിന്റെയും മാർക്കറ്റ് ഷെയർ 2%, 4% റെസ്പെക്റ്റീവ്ലി ആണ്. അത് തീർച്ചയായിട്ടും നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ക്യാംസ് ലിമിറ്റഡ് ഒരു വളരെ ഹൈലി ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ വളരെ ശക്തമായിട്ടുള്ള സർവീസസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അവിടെയും വളരെയധികം നല്ലൊരു മാർക്കറ്റ് ഷെയർ എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഒരു മാർക്കറ്റ് ഷെയർ കൂടിയും വരുന്നുണ്ട്. വാറൻ ബഫറ്റ് ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മോട്ട് നോക്കണമെന്ന് എപ്പോഴും പറയുന്ന കാര്യമാണ്. അങ്ങനെ മോട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അതിശക്തമായിട്ടുള്ള ഒരു മോട്ട് എൻജോയ് ചെയ്യുന്ന കമ്പനിയാണ്. കാര്യം ഈ ഒരു മേഖലയിലേക്ക് ഇനി ഒരു പുതിയ കമ്പനി വന്നു എന്ന് വിചാരിക്കുക. ആ ഒരു കമ്പനിക്ക് ഈ ഒരു മേഖലയിലേക്ക് ബ്രേക്ക് ഇൻ ചെയ്യണമെങ്കിൽ അതിന്റെ എൻട്രി ബാരിയർ വളരെയധികം സ്ട്രോങ് ആണ്. ഈ പറഞ്ഞ എല്ലാ വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസുമായിട്ട് പോയിട്ട് സംസാരിക്കണം, അവരുടെ അനുസരിച്ച് പ്രോസസ്സസ് ബിൽഡ് ചെയ്യണം, അവരുടെ പ്രോസസ്സസ് ഈ പുതിയ കമ്പനിക്ക് അനുസരിച്ച് ചിലപ്പോൾ മാറ്റേണ്ടി വരും. അങ്ങനെ ഒരു വലിയ എൻട്രി ബാരിയർ ഉള്ളത് കൊണ്ട് ഒരു പുതിയ വലിയ നല്ല കമ്പനി വന്നാൽ പോലും ചിലപ്പോൾ ബ്രേക്ക് ഇൻ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതിനോടൊപ്പം തന്നെ സെബിയുടെ കുറേ റെഗുലേഷൻസും ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും മോശമല്ലാത്ത അല്ലെങ്കിൽ ഒരു വളരെ നല്ലൊരു മോട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ക്യാംസ് ലിമിറ്റഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ബിസിനസിനെ പറ്റിയും ഇൻഡസ്ട്രീനെ പറ്റിയും എല്ലാം ഒരു ഐഡിയ കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ഫിനാൻഷ്യൽ അനാലിസിലേക്ക് വരാം. ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ കമ്പനി കഴിഞ്ഞ വർഷം എത്ര പൈസ ഉണ്ടാക്കി എന്നുള്ളതാണ്.
ആണ്. ഇവർ 721 കോടി രൂപയായിരുന്നു ഈ കമ്പനിയുടെ റവന്യൂ. അപ്പോൾ റവന്യൂ ഗ്രോത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ മുന്നത്തെ 3 വർഷത്തിന്റെ റവന്യൂവിന്റെ CAGR നോക്കുകയാണെങ്കിൽ അത് നിയർലി 5%. അത്ര വലിയ റവന്യൂ ഗ്രോത്ത് ഒന്നും കണ്ടിട്ടില്ല. എന്നാലും അതിന് അതിൻ്റെതായ തക്കതായ റീസൺസ് അവർ എടുത്ത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് വിട്ടുകളയാം. പ്രോഫിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം മാത്രം 173.4 ക്രോർസിന്റെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിശക്തമായിട്ടുള്ളൊരു പ്രോഫിറ്റ് മാർജിൻ ഈ കമ്പനിക്ക് ഉണ്ട്. 24% പ്രോഫിറ്റ് മാർജിൻ. അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. എന്നാലും പ്രോഫിറ്റിന്റെ ഗ്രോത്തിലേക്ക്, അതായത് കഴിഞ്ഞ വർഷത്തിന്റെ പ്രോഫിറ്റ് മനസ്സിലായി, അതിന്റെ മുൻപത്തെ 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്തിന്റെ CAGR നോക്കുകയാണെങ്കിൽ അത് നിയർലി 30% ഉണ്ട്. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ റവന്യൂ മോശമല്ലാത്ത നല്ല റവന്യൂ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് ഈ പ്രോഫിറ്റ് മാർജിൻ ഇത്ര അധികം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിൽ ഇവരുടെ ബിസിനസിനെ കുറെ അധികം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്, കുറെ കോസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് മാർജിൻ നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ അസറ്റ് വളരെയധികം കുറവാണ്, ഡെറ്റ് ഏറെക്കുറെ നെഗ്ലിജിബിൾ ആണ് എന്ന് തന്നെ പറയാം. ROE റിട്ടേൺ ഓൺ ഇക്വിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള 25% ഉണ്ട്. അതുപോലെ തന്നെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോയിലേക്ക് PE നോക്കുകയാണെങ്കിൽ അത് 34 ആണ്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ PE കുറച്ച് ഹൈലി വാല്യൂഡ് ആണ്. PE 34 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒബ്ജക്റ്റീവ്ലി നോക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് കൂടുതലാണ്. എന്നാൽ നമുക്ക് നേരിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ലിസ്റ്റഡ് ആയിട്ട് ഈ കമ്പനിക്ക് പിയേഴ്സ് ഒന്നും തന്നെ ഇല്ല. എന്നാലും ഒരു മോണോപോളി എന്ന് ഞാൻ വിളിക്കുന്നില്ല, ഒരു മോട്ട് എൻജോയ് ചെയ്യുന്ന വലിയ രീതിയിൽ മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വാല്യൂ ഇൻവെസ്റ്റ്മെന്റിനേക്കാളും കൂടുതൽ ഈ ഒരു കമ്പനിയിലേക്ക് നോക്കേണ്ടത് ഒരു ഗ്രോത്ത് ഇൻവെസ്റ്റ്മെന്റ് എന്ന പെർസ്പെക്റ്റീവിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു PE വലിയൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നതിലൂടെ CAMS ലിമിറ്റഡ് എന്ന ഈ ഒരു കമ്പനിയെ പറ്റി വിശദമായ ഒരു ബേസിക് ഐഡിയ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ സ്ലൈഡിലേക്ക് നമുക്ക് വരാം. ദ വേർഡിക്ട്, അതായത് ഈ ഒരു IPOയില് സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ് വളരെയധികം സ്ട്രോങ് ആണ്, മോട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ വളരെയധികം സ്ട്രോങ് ആണ്. ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്, ഈവൻ ഞാൻ പോലും ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് പെൻട്രേഷൻ കൂടുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. ഫണ്ട് ഫോളിയോ ബിൽഡ് ചെയ്യുന്നത് ആ ഒരു നമ്പറിനെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ബേസിക്കലി ആ ഒരു നമ്പറിൽ ഞാൻ വിശ്വസിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതേ നമ്പർ തന്നെയാണ് ഈ ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ പൊട്ടൻഷ്യലിനെ വാലിഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിശക്തമായിട്ട് ഈ ഒരു കമ്പനിയിൽ ബുള്ളിഷ് ആണ്. എന്നാൽ അതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു കമ്പനിയിലേക്ക് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിലേക്ക് IPOയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ്. എന്നാൽ ഇന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്, ഇന്ത്യയിൽ ഒരു IPO നടക്കുമ്പോൾ ആരും ആ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് ഒന്നും വെച്ചിട്ടല്ല അപ്ലൈ പോലും ചെയ്യാറുള്ളത്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനാണ് എല്ലാവരും അപ്ലൈ ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ കണ്ടുവരുന്ന ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഏതൊരു കമ്പനിയുടെ IPO നടക്കുകയാണെങ്കിലും അതിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് ഹൈലി പ്രോബബിളി ഇതിലും ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായേക്കാം. ആ ഒരു വിശ്വാസത്തിൽ ഞാനും ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ്. എന്നാൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇത്ര അധികം ഈ IPOs എല്ലാം ഓവർ സബ്സ്ക്രൈബ് ആകുന്നു എന്നുള്ളത് കൊണ്ട്, അതുപോലെ തന്നെ ഹാപ്പിയസ്റ്റ് മൈൻഡ്സിൽ 100% റിട്ടേൺ കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ ഇനി കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓൾ ദ ബെസ്റ്റ് എന്നല്ലാതെ വേറെ ഒന്നും തന്നെ എനിക്ക് നിങ്ങളോട് പറയാനില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കമ്പനിയെ പറ്റി മനസ്സിലായെന്നും ഈ ഒരു IPOയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിന്റെ ഒരു ഡിസിഷൻ എടുക്കാൻ അറ്റ്ലീസ്റ്റ് ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒന്നുമില്ല എങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കമ്പനിനെ എങ്ങനെ അനലൈസ് ചെയ്യണം, എന്തൊക്കെ നോക്കണം എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവിൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാണെങ്കിലും കമന്റ് ചെയ്തറിയിക്കുക. മാക്സിമം സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരിലേക്ക്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.